ഹലോ, എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. വായിൽ വെക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്നൊരു കിണ്ണത്തപ്പം തയ്യാറാക്കിയാലോ? അരിപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ ആവിയിലും വേവിക്കാതെയാണിത് തയ്യാറാക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണുക, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു കോഴിമുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു യൂസ് ചെയ്യേണ്ട. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് കോൺഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാരയും നല്ല ജീരകം കുറച്ചെടുത്തിട്ടുണ്ട്. 2-3 ഏലക്കായും ഒരു ഫ്ലേവറിന് വേണ്ടി. പിന്നെ 2.5 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. പശുവിൻ പാൽ എടുക്കരുതും, തേങ്ങാപ്പാൽ തന്നെ എടുക്കണം. ആദ്യം നമുക്ക് ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ആദ്യം. പഞ്ചസാര എല്ലാം പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പശുവിൻ പാല് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പുഡിങ്ങിന്റെ ടേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് തേങ്ങാപ്പാൽ തന്നെ ചേർക്കണം. ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ അളവുകളും കറക്റ്റ് ആയിട്ട് തന്നെ എടുക്കണം, എങ്കിലേ ആ ടെക്സ്ചർ കിട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ച് പാലാദ്യം ഒഴിച്ചു കൊടുക്കാം. ബാക്കി പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തരികളെല്ലാം പോകാൻ വേണ്ടി ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തില്ലെങ്കിൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കും. അതുകൊണ്ട് അരിച്ച് തന്നെ എടുക്കണം. അപ്പോൾ അതിൻ്റെ തരികളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവി വെക്കണം. ഞാൻ ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. ഇത് ആദ്യമേ തന്നെ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇത് കുറുക്കിയതിന് ശേഷം നമ്മളിത് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും അത് കട്ടയായി പോവും. അതുകൊണ്ട് ആദ്യമേ തന്നെ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്കിത് കുറുക്കാൻ വെക്കാൻ. ഞാൻ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് കുറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 2 മിനിറ്റ് ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ആദ്യം ചെയ്യുക. അതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കട്ട കുത്തിപ്പോവും. പിന്നെ നല്ലതുപോലെ കുറുക്കിയെടുക്കണം. നല്ലതുപോലെ കുറുകി വന്നിട്ട് പാത്രത്തിലേക്ക് സെറ്റ് ചെയ്താലേ കറക്റ്റ് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ കുറുക്ക് പോലെ ഇരിക്കും. ഇങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റില്ല. ഇൻ കേസ് നിങ്ങൾക്ക് അതുപോലെ മുറിച്ചെടുക്കാൻ പറ്റുന്നില്ല, കുറുക്ക് പോലെയാണ് കിട്ടിയതെങ്കിൽ ഒന്നും കൂടെ മിക്സിയിൽ അടിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് കുറുക്കിയെടുത്ത് സെറ്റ് ചെയ്തെടുത്താൽ മതി. നല്ലതുപോലെ കുറുകി വരുന്നുണ്ട്. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല ടേസ്റ്റാണ് ഇത്. നമ്മൾ വായിൽ വെക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അത് കറക്റ്റ് കിണ്ണത്തപ്പം പോലെ തന്നെ കിട്ടും. നമുക്കിങ്ങനെ ചെയ്തെടുത്താൽ പെട്ടെന്ന് ചെയ്തു എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 6 മിനിറ്റ് ഒക്കെ കൊണ്ട് തന്നെ ഇത് കുറുകി വരും. ഫ്ലെയിം കുറച്ച് വെച്ച് കുറുക്കിയാൽ മതി, ഇല്ലെങ്കിൽ അടി പിടിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരു 1-2 മിനിറ്റും കൂടെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഇത് അതുപോലെ ബബിൾസ് ഒക്കെ വന്നിങ്ങനെ പൊട്ടാൻ തുടങ്ങും. നല്ലപോലെ കുറുകിയിട്ടുണ്ടെന്നാണ്. അങ്ങനെ ബബിൾസ് വന്ന് പൊട്ടുമ്പോഴേക്കും പിന്നെ നമ്മളിത് കറക്റ്റ് കുറുക്കി വരുമ്പോഴത്തേക്കും നമുക്കിത് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. ഇതാ നല്ലതുപോലെ ആയി വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ആയിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ കട്ടയായി പോവും. ഇനി ഇതൊരു അരിപ്പ പാത്രം വെച്ച് മൂടി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ലതുപോലെ തണുക്കണം. നമ്മുടെ കിണ്ണത്തപ്പം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്. ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അതിന് ശേഷം ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് അത്രയ്ക്കും ഇഷ്ടമാകും. ഇത് നല്ല സോഫ്റ്റ് ആണ്. ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഞാൻ മുറിക്കാനായിട്ട് ഇങ്ങനെ കത്തി വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇതായി പോരും. അത്രയും സോഫ്റ്റ് ആണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. എൻ്റെ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇത്രയും സോഫ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണം. ഓക്കെ, ബൈ, താങ്ക് യു.